ഹായ് ഹലോ. അപ്പോൾ ഒരേ വീട്ടിൽ തന്നെ രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ടാളുകളുടെ കഥ പറഞ്ഞു തരട്ടെ. വേറെ ആരും ഇല്ല കേട്ടോ, എൻ്റെ കല്ലും കണ്ണുമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് പേർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റും ഡിഫറെൻറ്റ് സ്റ്റൈലും ഒക്കെ ആയിരിക്കും അല്ലേ? ശരിയാണ് കേട്ടോ, എക്സാക്ട്ലി എനിക്കിപ്പം നന്നായിട്ടത് മനസ്സിലാവണുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ കണ്ണൂസ് ആണെങ്കിൽ പൊതുവേ അവൾക്ക് ഈ നമ്മുടെ നാടൻ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ആൾക്ക് റൈസ്, ഇങ്ങനെ ഫ്രൈഡ് റൈസ്, പുലാവ്, പിന്നെ അതുപോലെ പിന്നെ ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടമേ. പക്ഷേ എൻ്റെ കല്യാണിക്കാണെങ്കിലേ ഉച്ചയ്ക്ക് ചോറുണ്ണണം. അതെൻ്റെ ഒരു ശീലമാണ് കേട്ടോ. എനിക്കിനിയിപ്പോൾ എവിടെ ചെന്ന് നിന്നാലും എങ്ങനെയൊക്കെ നമ്മൾ കമിഴ്ന്ന് കിടന്നാലും ചോറിൽ അവസാനം എത്തുമെന്ന് പറയണതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണത്. എനിക്കും ചോറുണ്ണണം ഉച്ചയ്ക്ക്, ഒരിച്ചിരി ആയാലും മതി, അത് മതി, എനിക്കത് കിട്ടിയാൽ മതി കേട്ടോ. അതുപോലെയാണ് എൻ്റെ കല്യാണിക്ക്. കൺമണിക്കാണെങ്കിൽ ഈ പാസ്ത സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ പറയുന്നതുകൊണ്ടാണ് ഈ പാസ്ത സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണത്. കല്യാണിക്ക് ഇത് വലിയ താല്പര്യമില്ല കേട്ടോ, എന്നാലും ഞാൻ ഇച്ചിരിയൊക്കെ കൊടുക്കും. ഇച്ചിരിയൊക്കെ കഴിക്കുള്ളൂ, ആൾക്കിത് വലിയ ഇഷ്ടമില്ല. നാടൻ ഫുഡിനോടാണ് അവൾക്ക് കുറച്ച് പ്രിയം കൂടുതലെന്ന് പറയണത്. അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലുള്ള രണ്ട് ധ്രുവത്തിലെ ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? രണ്ട് ടേസ്റ്റാണ്. ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഞാനാണ് ശരിക്കും പാടുപെടണം. ഒരാൾക്ക് ഉണ്ടാക്കണതൊന്നും മറ്റേയാൾക്ക് പോരാ, മറ്റേയാൾക്ക് ഉണ്ടാക്കണത് ഇപ്പുറത്താക്കും പോരാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്നാക്സിന് മാങ്ങയാണ് കേട്ടോ വെച്ചിട്ടുള്ള മാങ്ങയും ചിപ്സും. അതുപോലെ ലഞ്ചിനായിട്ട് ഒരാൾക്ക് പാസ്തയും ഒരാൾക്ക് നമ്മുടെ നാടൻ ചോറും കറികളാണ്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ ടാറ്റ.